കുഞ്ഞനാടെ കല്യാണമാണ്. എടാ നിനക്ക് നന്ദിയുണ്ടോ നാറി? കാണില്ല. കാരണം അവളെ ഇറക്കൊണ്ടുവന്ന് ഞങ്ങളെ ഇറക്കി കൊണ്ടുവന്നത്. ഞങ്ങള് അവളെ അറിയുന്നത് മറിഞ്ഞു. എനിക്കറിയാം, അല്ല ആവശ്യം വരുമ്പം നമ്മൾ ഇട്ടിട്ട് പോയിക്കളെ. ആവശ്യമുള്ളപ്പം അതില്ലാത്തപ്പോ വേണ്ട. കൊള്ളാം കൊള്ളാം. അങ്ങനെയാണ് പറഞ്ഞത്. അനിയനല്ലേ? എന്തിനാ ചേട്ടാ കല്യാണത്തിനല്ലോ? രാജുവിന്റെ മുട്ട നിനക്ക് അറിയാൻ വേടാ ചേട്ടനെ മാറി. ഞാൻ കുടുംബത്തിൽ പറഞ്ഞാനായി അത് ഞാൻ മിണ്ടുന്നില്ല. എടാ ഉളുപ്പുണ്ടാടാ അവന്. ഉളുപ്പ് ഉണ്ടായില്ല. ഉളുപ്പൊന്നും അവനെ കാണത്തില്ല. കാരണം കൈകെട്ടി നിന്ന് കല്യാണം കഴിച്ചവനവൻ. ഉളുപ്പൊന്നും അവനെ കാണത്തില്ല. ആൾക്കാരൊക്കെ കാണിക്കണ വെള്ളടിച്ചിട്ടുണ്ടോ? കൊള്ളാലോ. അപ്പൊ നിനക്ക് ഉളുപ്പുണ്ട്. ഓക്കെ. കുടുംബത്തിൽ ഒരുത്തന്നെ ഉളുപ്പ് കാണണം. നിന്റെ ചേട്ടനുണ്ടല്ലോ. അല്ല പേരും മറന്നുപോടാ. കല്യാണം മറന്നുപോയി, പേരും മറന്നുപോയി. എന്താ പറയേ? എനിക്കിപ്പോ എന്താ പ്രശ്നം? ചേട്ടാ ചെണിപ്പെട്ടെന്നുള്ള ദേശം എല്ലാ കാലം മറക്കല്ലേ ചേട്ടാ. ഞാനും എന്റെ ചേട്ടനും കൂടി എന്തൊക്കെ സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ മറക്കല്. ഇതൊന്നും ശരിയല്ലട്ടാ. നിനക്കൊരു കാര്യം അറിയാമോ? നിന്റെ ചേട്ടൻ എന്നെ സഹായിച്ചത് ഞാൻ പറഞ്ഞു തരാടാ. എന്താടാ ഞാൻ പറയേണ്ടത്? എടാ കഞ്ചാവാണെങ്കിൽ ഞാൻ വലിച്ചു തീർത്തേനെ, കുറേ കാശും മേടിച്ചേനെ. പക്ഷെ ഇപ്പൊ കൊണ്ടുവച്ചിരിക്കുന്ന കാര്യം എന്തൊക്കെയെന്ന് അറിയാമോളെ? കൂൾ ദൈവമേ, തുഫാൻ എന്നെ തൂക്കി. എന്തായാലും എന്നെ തൂക്കി. ഒരു പഫ് കൊടുക്കട്ടെ രാത്രി. ഇന്ത്യൻ ഒരു പഫ്, ഒരൊറ്റ പഫ്. നീ ഇത് വിട്ട് ഇങ്ങോട്ട് വന്നേ സംഭവം തരാം. എങ്ങാട് വരെ? ചേട്ടാ ചെണീന് ഓൾഡ് മങ്കോ അതന്നെ. ചാത്ത സാധനം എന്നെ പറ്റിക്കാൻ നോക്കാം. ചാത്തന അല്ല ചെണി എന്ത് വേണം? ജവാൻ സൂപ്പർ. അത് ചെണി ഇവിടെ നിക്ക്, ഞാൻ പോയെടുത്തിട്ട് വരാം. ആരും കാണാനിരിക്കുന്നതാ. ഞാനിപ്പ വരാതെ. അല്ല നീ എങ്ങോട്ടേ പോണത്? അല്ല പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പിള്ളേരുടെ കമ്പനി കൂടി എങ്ങനെയാ? പറഞ്ഞിട്ട് കാര്യമില്ല. തൂക്കി ഇങ്ങോട്ട് ഓളാ രാജീവ്. നിന്നെ വെറും തൂക്കിയപ്പോ കേറിയിട്ടാൻ തൂക്കുക. സാറേ ചതിച്ചതാ സാറേ.